അസൈൻമെന്റ് ക്വസ്റ്റ്യൻ്റെ ലിസ്റ്റിംഗ് ഞാൻ ഒന്നുകൂടെ കൃത്യമായിട്ട് കാണിക്കാം. ഇവിടെ ഇന്റഗ്രൽ കോർഡിനേറ്റ്സ് എഴുതി വെച്ചിരിക്കുന്നത് തന്നെയാണ് കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് 5 0. നിങ്ങൾക്ക് പോയിന്റ് കണ്ടുപിടിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. x2 ഈക്വൽ ടു 0. x1 ആക്സിസിലാണ് 5 0. ഞാൻ 5 0 ഒന്നും കൂടെ എഴുതുന്നില്ല. 5 0യിൽ ഫംഗ്ഷന്റെ വാല്യൂ 4x1 പ്ലസ് 5x2 20 എന്ന് കിട്ടും. 5 0യിൽ കഴിഞ്ഞ് 6 0. 6 0യിലാകുമ്പോൾ 6 ഇൻറ്റു 4 ആണ് 24 എന്ന് കിട്ടും. x2ന്റെ കോൺട്രിബ്യൂഷൻ സെയിമാണ്, 0 തന്നെ. ഇനി 4 ഇൻറ്റു 7 ആണ്, 4ഉം കൂടെ കൂടും. ഇത് തീർന്നില്ല. ഇങ്ങനെ ഈ ആക്സിസിൽ ഇനിയും പോയിന്റ്സ്, x1 ആക്സിസിൽ ഇനിയും പോയിന്റ്സ് ഉണ്ട്. ഇൻഫിനിറ്റ് ആയിട്ട് ഈ സൈഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്റഗ്രൽ കോർഡിനേറ്റ്സ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പാർട്ടാണ് ഫീസിബിൾ റീജിയൻ. പൊക്കത്തിലേക്ക് ഈ സൈഡിലേക്ക് ഇത് ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇനി x2 ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് ആദ്യം ഉള്ളത് 0 1 ഇല്ല, 1 1 ഇല്ല, 2 1 ആണ് നമ്മുടെ ഫീസിബിൾ റീജിയനുള്ളത്. പോയിന്റ് നോക്കുമ്പോൾ കോർഡിനേറ്റ്സ് അറിയാം, 2 1 ആണ്. അപ്പോൾ 4 2 8 പ്ലസ് 5 13. അടുത്തത് 3 1 ആണ്. 3 12 പ്ലസ് 5 17. ഈ പ്ലസ് 5 എന്നുള്ള പാർട്ട് 1 ഇൻറ്റു 5 എപ്പോഴും കോമൺ ആണ്. പിന്നെ ഒരു 4 കൂടുന്നേ ഉള്ളൂ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം പോലും ഇല്ല. 17 4 21, 21 4 25, 25 4 29, 29 4 33. ഇൻക്രീസ് ചെയ്യുവാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി അതിന് പൊക്കത്തിലത്തെ നിരയിൽ അത് 1 2ന്റെ നിരയാണ്. 1 2ൽ 14, സോറി ഇത് 1 2 2 1 1 2 1 2ൽ 14 കിട്ടും. 4 പ്ലസ് 5 14. പിന്നെ ചെയ്യണ്ട. പിന്നെ എന്നാ, x2 കോർഡിനേറ്റ് സെയിമാ, x1 കോർഡിനേറ്റ് കൂട്ടിയാൽ മതി. 18 22 26 30 34 38. ദെൻ ഒരെണ്ണം ചെയ്താൽ മതി, പിന്നെ 4 ഇൻക്രീസ് ചെയ്താൽ മതി. ഇതെന്താ 1 3 ആണ്. 1 3ൽ നമുക്ക് 19 കിട്ടും. അപ്പോൾ അടുത്തത് 23 27 31 35 39 43 എന്നാവും. ഇനി 0 4ൽ x1 0 ആണ്, x2 4. അപ്പോൾ ഇവിടെ 20. അടുത്ത് വരുമ്പോൾ 1 4 പ്ലസ് 4 24. ദെൻ 28 32 36 40 44 48. ഇതുകൊണ്ട് തീർന്നു എന്ന് വിചാരിച്ചിരിക്കരുത്. ഈ സൈഡിലേക്കൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് മിനിമം വേണ്ടത്. ദെൻ 0 5ൽ 5 ഇൻറ്റു 5 0 ഇൻറ്റു 4. അപ്പോൾ ഇത് 25. ഇവിടെ 4x1 ഒരു 4ഉം കൂടെ കൂടും 29. ഇത് 33 37 41 45 49 53. ഇവിടെ അതുപോലെ ഒരു പാറ്റേൺ ഉണ്ട്. 20 25 ഇവിടെ മുഴുവൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് 30 ആയിരിക്കും. 4 ഇൻറ്റു this point is 0 6 0 6 6 30. ഇത് 30. ഇനി ഈ ആക്സിസിലെ മുഴുവൻ വരാൻ പോവാം. 20 25 30. ഇങ്ങോട്ട് പോയാൽ അങ്ങനെ ഇൻക്രീസ് ചെയ്യും 35. ഇത് പോയാൽ 34, ഇത് 39, അങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പോകും. അപ്പോൾ ഇതെല്ലാം ഇൻക്രീസ് ചെയ്യാൻ പോകും. അപ്പോൾ നമുക്ക് മിനിമം കിട്ടുന്നത് ഈ പുറത്തേക്ക് പോകുന്നിടത്തൊന്നും കിട്ടത്തില്ല. ഈ താഴെ ഭാഗത്ത് കാണുന്നിടത്തേ മിനിമം ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലായി. ഓർ മിനിമം ഈസ് ദിസ് 13. ദിസ് 13 ഈസ് മിനിമം ആൻഡ് ദ കോർഡിനേറ്റ്സ്, നമുക്ക് അതിന്റെ കോർഡിനേറ്റ്സ് എഴുതിയേക്കാം. അതിന്റെ കോർഡിനേറ്റ്സ് എല്ലാം 2ഉം 1ഉം ആണ്. 2 1ൽ 13 ആണ് നമ്മളുടെ മിനിമം. അപ്പൊ ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഓരോ റോയിലെയും ഇന്റഗ്രൽ കോർഡിനേറ്റ്സിൽ മിനിമം വരാൻ പോകുന്ന ആദ്യത്തെ ആണെന്ന് നമുക്കറിയാം. അത് വെച്ച് വേണേൽ ലിസ്റ്റ് ചെയ്യാം. 5 0. അപ്പോൾ മിനിമം വരാൻ പോകുന്നത് ഇതിലേതെങ്കിലും 5 0 2 1 1 2 1 3 0 4 0 5. പക്ഷെ അവിടെ ഒന്നും തീർന്നില്ല. 0 5 കഴിഞ്ഞ് നമുക്ക് പിന്നെ 0 6 ഉണ്ട്, അവിടുന്ന് 1 6 ഉണ്ട്, 2 6 ഉണ്ട്, അങ്ങനെ പോകും. പിന്നെ 0 7 ഉണ്ട്, പക്ഷെ അവിടെ ഒന്നും മിനിമം കിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഫിഗറിൽ തന്നെ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ ഫിഗറിൽ തന്നെ കൊടുക്കുക. മിനിമം റൗണ്ട് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ടേബിൾ എഴുതാം. വെർട്ടെക്സ്
at which least value is obtained in each row. ഓരോ റോയിലെ ലീസ്റ്റ് 5 0, ഈ റോയിലെ ലീസ്റ്റ് 2 1, പിന്നെ 1 2. Least when x2 equal to 0, least when x2 equal to 1. Least objective function value when x2 equal to 2. Least objective function value when x2 equal to 3. അത് കറക്റ്റ് ആണ്. x2 3 ആകുമ്പോൾ ഇതിൽ മിനിമം ഇല്ല, x2 4 ആകുമ്പോൾ ഇതിൽ മിനിമം ഇല്ല. അപ്പം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇന്റഗ്രൽ കോർഡിനേറ്റ്സ് എന്നൊരു ടേബിള് പലരും എഴുതി, അത് തെറ്റാണ്. ഇന്റഗ്രൽ കോർഡിനേറ്റ്സ് ഓഫ് ഇന്റഗ്രൽ പെയേഴ്സ് ഓഫ് ഫീസിബിൾ റീജിയൻ ഈ ടിക്ക് ചെയ്തത് മാത്രമല്ല, ഇന്റഗ്രൽ പെയേഴ്സ് ഓഫ് ഫീസിബിൾ റീജിയൻ അത് മാത്രമല്ല. ആൻഡ് 4x1 plus 5x2 അങ്ങനെ ടേബിൾ എഴുതിയിട്ടുണ്ട്, അത് ടേബിൾ എഴുതാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എക്സാമിനിങ് ദ ഇന്റഗ്രൽ കോർഡിനേറ്റ്സ് ലീസ്റ്റ് വിൽ ബി ഒബ്റ്റൈൻഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് എന്നൊക്കെ ഒരു കമന്റ് പറഞ്ഞിട്ട് എഴുതുക. അല്ലെങ്കിൽ ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുക. ലിസ്റ്റ് ചെയ്ത് കാണിച്ചാൽ ഇതൊന്നും തീർന്നില്ല, ഇത് കണ്ടില്ല ഇങ്ങനെ പോകുകയാണ്. പക്ഷെ ഇവിടെയൊക്കെ കൂടുതൽ വാല്യൂസേ വരുള്ളൂ എന്ന് നമുക്കറിയാം. അങ്ങനെ മിനിമം 30 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ പ്രോബ്ലത്തെ മനസ്സിലാക്കുക. അല്ലാതെ ഞാൻ ഈ ടിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോർഡിനേറ്റ്സ് മാത്രമായിട്ട് ചിലർ എഴുതിയിട്ടുണ്ട്, അത് തെറ്റാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അത് മാത്രം ആൻസർ കറക്റ്റ് ആയിട്ട് വന്നു, മിനിമം മറ്റേ സ്ഥലത്തായതുകൊണ്ട്. പക്ഷെ ഇത് മാത്രമല്ല, ഇന്റഗ്രൽ പെയേഴ്സ് ഓഫ് ഫീസിബിൾ റീജിയൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. താങ്ക് യു.